CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. നാടിന് പ്രയോജനപ്പെടുമ്പോഴാണ് പൊതുപ്രവർത്തകരുടെ ജീവിതം അവിസ്മരണീയമാകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞമനേങ്ങാട് NMK ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു VD സതീശൻ. തകർന്നു കിടക്കുന്ന കാണിയമ്പാൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡ്, പനങ്ങ ചീരംകുളം ബൈലൈൻ റോഡുകൾ, കക്കയം കാണിപ്പയൂർ തുടങ്ങിയ റോഡുകൾ എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസിയും മദ്യവിമോചന മഹാസഖ്യം കുന്നംകുളം മേഖലാ പ്രസിഡന്റുമായ സുഭാഷ് ബോസ് കുന്നംകുളം നഗരസഭാ ഓഫീസിനു മുന്നിൽ ഏകദിന ഉപവാസ സമരം ആരംഭിച്ചു. കാണിയമ്പൽ മേഖലയിലെ തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കുന്നംകുളം നഗരസഭാ ഓഫീസിനു മുന്നിൽ നടന്നുവരുന്ന ഏകദിന ഉപവാസ സമരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ CCTVയോട് പ്രതികരിച്ചു. എരുമപ്പെട്ടി കടങ്ങോട് ഒടുംകുന്നിൽ ബൈക്കിന് മുന്നിൽ നായ ചാടിയതിനെ തുടർന്ന് യുവാവിന് പരിക്കേറ്റു. പാലക്കാട് ആലിപ്പറമ്പിൽ വീട്ടിൽ വിശ്വജിത്തിനാണ് പരിക്കേറ്റത്. CPIMൽ വീണ്ടും സമ്മേളനകാലം. സെപ്റ്റംബർ 5 മുതൽ കുന്നംകുളം ഏരിയയിലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമാകും. കോട്ടോൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് വിരുദ്ധ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ കർഷക ദിനാചരണം നടന്നു. കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണത്തിൽ കുട്ടികൾ കർഷകരുടെ വേഷം ധരിച്ചെത്തിയാണ് പങ്കെടുത്തത്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി 4 ദിവസം മത്സ്യക്കച്ചവടം നടത്താൻ മത്സ്യ അനുബന്ധ തൊഴിലാളി യൂണിയൻ CITU കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജീവകാരുണ്യ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ 1996-98 പ്രീഡിഗ്രി ബാച്ചിലെ വിദ്യാർത്ഥികളായിരുന്നവരുടെ പുനഃസമാഗമം നടന്നു. വിവാഹത്തിന് മാറ്റിവെച്ച തുകയിൽ നിന്നും 25,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി നവദമ്പതികൾ മാതൃകയായി. കുന്നംകുളം അഗതിയൂർ പറാട്ട് വീട്ടിൽ വിഗീഷും വധു കൊങ്ങണ്ണൂർ കമ്പിപ്പാലം ചിറ്റേഴത്ത് വീട്ടിൽ സിനിതയുമാണ് വയനാടിന് കൈത്താങ്ങാകാൻ വിവാഹവേദിയിൽ തുക കൈമാറിയത്. കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 125ാം വാർഷികത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. പഴഞ്ഞി അരുവായ് ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലനിറ നടത്തി. ഓർമ്മകൾ പങ്കുവച്ച സഹപാഠികൾ വീണ്ടും ഒത്തുകൂടി. കിഴൂർ വിവേകാനന്ദ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംഗമിച്ചത്. 1990-92 കാലഘട്ടത്തെ പ്രീഡിഗ്രിക്കാരാണ് കുന്നോളം കനപോരം എന്ന പേരിൽ സംഗമം സംഘടിപ്പിച്ചത്. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ യൂത്ത് CLCയുടെ നേതൃത്വത്തിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. വേലൂർ മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലനിറ ആഘോഷം നടത്തി. എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ 2024-25 അധ്യയന വർഷത്തിലെ സ്കൂൾ കലോത്സവം റിഥം 2024 എന്ന പേരിൽ അരങ്ങേറി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവായിരുന്ന P. കൃഷ്ണപിള്ളയുടെ 76ാമത് അനുസ്മരണ വാർഷിക ദിനം CPIM ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പന്നിശ്ശേരി ശ്രീ മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഇല്ലനിറ ആഘോഷിച്ചു. മരത്തങ്കോട് ഗവൺമെന്റ് ഹൈസ്കൂൾ 1992-93 ബാച്ച് വാഗമരത്തണൽ നേതൃത്വത്തിൽ കുടുംബസംഗമവും ഉന്നത വിജയം നേടിയ SSLC+2 വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന യോഗവും സംഘടിപ്പിച്ചു. വടക്കേക്കാട് കൊളത്താപ്പള്ളി മനയിലെ ഇല്ലനിറ നടത്തി. ശംഖുനാഥത്തിന്റെ അകമ്പടിയോടെ കൊളത്താപ്പള്ളി ഭവദാസൻ നമ്പൂതിരി, ജിബിൻദാസ് കൊളത്താപ്പള്ളി എന്നിവർ കതിർക്കുലകൾ ശിരസിലേറ്റി പ്രദക്ഷിണം വെച്ച് പ്രവേശിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, YouTube ചാനൽ, Facebook പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.